ഇന്ന് നല്ല അടിപൊളി ചെങ്കലവയായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ചെങ്കലവ എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര ചെങ്കലവ തന്നെയാണ് കേട്ടോ. നല്ല അടിപൊളി ഫ്രഷ് സാധനം. നമുക്കിതിനെ ഒന്ന് നാടൻ രീതിയിൽ ഒന്ന് പൊരിച്ചെടുത്താൽ എന്താ? അതിന് വേണ്ടിയിട്ട് ഒരു 3 മീനാണ് ഞാൻ എടുക്കുന്നത്. ഇത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വരഞ്ഞ് നമുക്കെടുക്കാം. ഇനി നമുക്കിതിനെ ഒന്ന് അണിയിച്ചൊരുക്കണ്ടേ. അതിന് വേണ്ടിയിട്ട് ഒരു 2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് കറിവേപ്പില, പിന്നെ നമ്മുടെ മെയിൻ സാധനമായ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതിനോടൊപ്പം കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് ഇതിനെ നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. അതിനുശേഷം നമ്മുടെ ചുണക്കുട്ടന്മാരെ ഓരോന്നായിട്ടെടുത്ത് ഇതിൻ്റെ പുറത്ത് നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് റെസ്റ്റ് എടുക്കാൻ വെക്കുന്നത് നല്ലതാണ് കേട്ടോ. അതിനുശേഷം പൊരിക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ്. എന്തായാലും ഒരു 5 മിനിറ്റ് ഞാൻ ഇതുപോലെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് ഇത് പൊരിക്കാനായിട്ട് വെക്കാം. ഞാനിപ്പോൾ ഓരോ മീനുകളായിട്ട് വാരി വെക്കുന്നുണ്ട്. ഇതിപ്പോൾ ഒരു സൈഡ് നല്ലതുപോലെ വെന്തു. നമുക്കിനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നിങ്ങൾക്ക് എൻ്റെ കയ്യിലിരിക്കുന്ന സ്പൂൺ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത്രയും വലിയ മീൻ തിരിച്ചിടുന്നതിന് വേണ്ടിയിട്ട് ഈ ചെറിയ സ്പൂണാണോ എടുക്കുന്നതെന്ന്. എനിക്കിത് ഒരു വാക്കാണ് കേട്ടോ. ചിലവർക്ക് ചില പാത്രങ്ങൾ കയ്യിൽ വഴങ്ങും എന്നൊക്കെ പറയാറില്ല. അതുപോലെ എനിക്കിത് മീൻ പൊരിച്ചെടുക്കാനൊക്കെ ഈ ഒരു സ്പൂണ് വലിയ ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇത് വെച്ച് തിരിച്ചിടുന്നത്. അപ്പോൾ നമ്മുടെ മീനിൻ്റെ ഒരു സൈഡെല്ലാം നല്ലതുപോലെ വെന്ത് കഴിഞ്ഞു. ഇനി മറു സൈഡും കൂടെ വെന്തതിന് ശേഷം നമുക്കിതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പം നമ്മുടെ മീൻ ഇവിടെ മറു സൈഡും വെന്ത് കഴിഞ്ഞു. ഇനി ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. അങ്ങനെ ഞാൻ ഓരോ മീനുകളായിട്ട് നമ്മുടെ പാത്രത്തിലേക്ക് എടുത്ത് വെക്കുകയാണ്. ഇനി ഇതിനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സവാള വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതും കൂടി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് എടുത്ത് വെക്കാം. ആദ്യം കുറച്ച് വെച്ചപ്പോൾ എനിക്ക് അത്ര തൃപ്തി തോന്നിയില്ല. ഞാൻ കുറച്ചുകൂടി സവാള അരിഞ്ഞ് അതിൻ്റെ മുകളിലേക്ക് വെച്ചു. പിന്നെ ഒരു തക്കാളി ഇതുപോലെ വട്ടത്തിനരിഞ്ഞ് അതിൻ്റെ സൈഡിൽ വെക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ അരികിലായിട്ട് നമ്മുടെ കുറച്ച് കറിവേപ്പിലയും കൂടെ വെച്ച് കൊടുത്തു. ഇപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ചെങ്കലവ പൊരിച്ചത്? എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ടാറ്റാ.